Good afternoon, children. All of you listen here. Listen. നമ്മള് ചിഹ്നങ്ങൾ പഠിച്ചത് എവിടം വരെയാണ്? എ ഐ വരെയാണ് പഠിച്ചത് അല്ലേ? അല്ലേ? അതെ. എ ഐ വരെയാണ് പഠിച്ചത്. അപ്പം എ ഐ കഴിഞ്ഞ അടുത്ത അക്ഷരം എന്താണ്? ഓ ആണ് അല്ലേ? ഓ ഔ ആണ് ഇനി പഠിക്കേണ്ടത്. അപ്പൊ അതിന്റെ ചിഹ്നങ്ങളും ഓ ഔ എന്ന് എഴുതാൻ അറിയില്ലേ? അറിയാം. അതിന്റെ ചിഹ്നങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. റഫ് ബുക്ക് ഒക്കെ എടുത്തു വെച്ചോ? യെസ്. അപ്പം എയും ഐയും ഇനി ആദ്യം കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഐ ആണ് കേട്ടോ. അപ്പം ഇവിടെ നമ്മള് എ ഐ അത് ചേർത്തിട്ടുള്ള അക്ഷരങ്ങള്, ചിഹ്നങ്ങൾ ചേർത്തിട്ടുള്ള അക്ഷരങ്ങള് കണ്ടോ? ഓക്കെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓ ഔ. രണ്ടക്ഷരങ്ങൾ കൂട്ടി പഠിക്കണം. എ ഐ ഓ ഔ. എങ്ങനെയാണ് ഓ? ശ്രദ്ധിച്ചേ. കണ്ടോ? ഇതാണ് ഓ. എഴുതിക്കോ, റഫ് ബുക്കിൽ എഴുതിക്കോ നിങ്ങള്. ഓ ഔ. അപ്പം ഓയിന്റെ ചിഹ്നം എങ്ങനെയാ എഴുതിയിരിക്കുന്നത്? ഓക്ക് മാത്ര. ചിഹ്നം ഹിന്ദിയിൽ നമുക്ക് മാത്ര എന്ന് പറയാം അല്ലെ? മാത്ര ഇടുന്നത് ആ എഴുതിയിട്ട് താഴെയും മുകളിലും ഓരോ വരയാണ് ഓ അല്ലേ? ഇതാണ്. അപ്പം ഔ എങ്ങനെ എഴുതുക? മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. ഔ എങ്ങനെയാണ്? ആ എഴുതിയിട്ട് താഴെ ഒരു വര, മുകളിൽ 2 വര. ഇതല്ലേ ഓ എഴുതിയിട്ട്? കാണുന്നില്ല? കാണുന്നുണ്ടോ? യെസ്. ഔ എഴുതിയോ? ഇത് ഔക്കി മാത്രയാണ്. ഇതാണ് ഔക്കി മാത്ര. ഇത് നമ്മള് സ്വരാക്ഷരം ഔ, ഔക്കി മാത്ര. മലയാളത്തിലും കണ്ടില്ലേ? ഓ ഔ. മലയാളത്തിൽ എഴുതുമ്പോ ഒരക്ഷരം കൂടി ഉണ്ടല്ലോ ഇതിനിടയിൽ. ഓ ഓ ഔ എന്നാ പറയുന്നത് അല്ലേ? ഹിന്ദിയിൽ നമുക്ക് മൂന്നും കൂടെ 2 അക്ഷരമായിട്ടേ ഉള്ളൂ. ഇത് ഓ ഓ എന്നുള്ള അക്ഷരം ഇത് തന്നെയാണ്. ഇത് ഔ. അപ്പൊ നെക്സ്റ്റ് നോക്കിക്കോ. ഇവിടെ കണ്ടോ? ഇത് ഇങ്ങനെ എഴുതണം. എഴുതിയില്ലേ? ഇതാണ് ഔ. പേരൻസ് അടുത്തുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുക കുട്ടികളെ. നിങ്ങൾ നോട്ട് ബുക്കിലോട്ട് എഴുതുമ്പോൾ മാത്രം അവരോട് എഴുതാൻ പറയാം. ഇപ്പൊ റഫായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. ഓ ഔ. നെക്സ്റ്റ് ഇത് നോക്കിയേ. ഓ ഔ. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ എഴുതില്ലേ? എ ഐ എഴുതിയ പോലെ റഫ് ആയിട്ട് ഇപ്പൊ എഴുതിയെടുക്കുക. എഴുതിക്കോ. ഓ ഓക്കി മാത്ര, ഔ ഔക്കി മാത്ര. ഔ. ഓ ഔ. ജോബിനും ജോയിലും എന്താ അവിടെ? അടങ്ങിയിരിക്കേ. എഴുതിയില്ലേ? മുകളിൽ വരയ്ക്കുന്ന വര ചെരിഞ്ഞിട്ടൊരു വര വരച്ചാൽ മതി. ചെരിഞ്ഞിട്ട് കുറച്ചൊരു ചെരിവായിട്ട്. ഇപ്പൊ താഴത്തെ കൂടി എഴുതണം നമുക്ക്. ഇതുപോലെ എഴുതാം. ക കോ. ക എഴുതി താഴെ ഒരു വര, മുകളിൽ ഒരു വര. അതിപ്പോ എന്താ വായിക്കുന്നത്? കോ. ക പ്ലസ് ഓക്കി മാത്ര ഈക്വൽ ടു കോ. താഴെ ച ചോ ട ടോ ത തോ പ പോ. ഇതാദ്യം എഴുതിയോ? ക കോ ച ചോ
ത തോ പ പോ എഴുതി. ഇപ്പൊ നെക്സ്റ്റ് സൈഡ് നോക്കിയേ, ഔ ഔക്കി മാത്ര കണ്ടോ. ക എഴുതി, റൈറ്റ് സൈഡിൽ ഒരു വര, മുകളിൽ 2 വര. ഔവിന്റെ ചിഹ്നം എങ്ങനെയാണ്? താഴെ ഒരു വരയും, ഇതുണ്ട് ഔവിന്റെ ചിഹ്നം, താഴെ ഒരു വര, മുകളിൽ 2 ചെരിഞ്ഞ വര. അതാണ്. അപ്പം ക എഴുതി, ക എഴുതിയിട്ട് കായ്ക്ക് ഔക്കി മാത്രം കൊടുക്കുമ്പോ കൗ. ക കൗ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ച ചൗ, ത തൗ, ത തൗ, പ പൗ. കാണുന്നില്ല? ആരാണ് അൺമ്യൂട്ട് ആയിരിക്കുന്നത്? ഇല്ല, ഒന്ന് അൺമ്യൂട്ട് ചെയ്യട്ടെ എല്ലാരെയും. എഴുതിയോ എല്ലാരും? ഇത്രയും സമയം വേണോ? വേഗം എഴുത്. ആരും ഇല്ലേ ഹെൽപ്പ് ചെയ്യാൻ? നിയ, അമ്മയോട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ. എഴുതിക്കോ കുഞ്ഞ്, എഴുതിക്കോ. ഇത് എഴുതി തന്ന് നോട്ട് ബുക്കിൽ എഴുതിയിട്ട് പിന്നെ പോസ്റ്റ് ചെയ്യണം കേട്ടോ. തെറ്റാണോ എഴുതിയത് മിസ്സിന് മനസ്സിലാവണ്ടേ, ശരിയാക്കി തരണ്ടേ. അപ്പം ഹോംവർക്ക് ചെയ്തിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്യണം ഗ്രൂപ്പിൽ കേട്ടോ. നിങ്ങൾ എല്ലാവരും തന്നെ ക്ലാസ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക കേട്ടോ. അതെന്തിനാണെന്നറിയോ പറയുന്നത്? ചിലപ്പം ഏതെങ്കിലും കുട്ടികൾക്ക് ക്ലാസ് കിട്ടാതെ വരുവാണെങ്കിൽ അവർക്ക് നമ്മൾ ഗ്രൂപ്പിൽ നോക്കുമ്പോഴെങ്കിൽ അവർക്ക് ഇന്നലെ പഠിപ്പിച്ചെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ പോസ്റ്റ് ചെയ്യാം. നിയാദാസ് എഴുതി കഴിഞ്ഞ മോളെ? ഇല്ല.
ഓക്കെ. ഇനി എഴുതാത്തവരുണ്ടോ ക്ലാസ്സില്? ബിയോൺ എഴുതിയില്ലേ? സങ്കടപ്പെടണ്ട, വേഗം എഴുതിക്കോ. ഏതാ എഴുതാത്തത്? ലാസ്റ്റ് ആണോ? റൈറ്റ് ഫാസ്റ്റ്. ആയില്ലേ? ആയി. ഇനി നിങ്ങള് നോട്ട്ബുക്ക് അടച്ചു വെച്ച് നമ്മൾക്ക് 2 ചിഹ്നം കൂടിയേ വരുന്നുള്ളൂ. എന്താണ്? അല്ലേ? അതും കൂടിയേ ഉള്ളൂ. അപ്പൊ ചിഹ്നങ്ങൾ കഴിയും. അപ്പം ടെക്സ്റ്റ് ബുക്കിൽ എടുത്തേ. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 30. ഇത് നമ്മൾ ചെയ്തില്ലല്ലോ. പേജ് നമ്പർ 30 നോക്കിയേ. നിങ്ങള് വർക്ക് ചെയ്തോ? ചെയ്തു. പേജ് നമ്പർ 30 ചെയ്തു അല്ലേ? ഓക്കെ. അപ്പം പേജ് നമ്പർ 33 എടുത്തേ. പേജ് നമ്പർ 33 കണ്ടോ? ഇതെന്താ? കൊറേ വരയും കുറിയും വട്ടവും ഒക്കെ ഉണ്ടല്ലേ? എന്താ ചെയ്യേണ്ടത്? ഇത് ഇവിടെ തൊട്ടാ നിങ്ങൾക്ക് അക്ഷരം എഴുതാനുള്ള പ്രാക്ടീസ്. അപ്പൊ ഇത്രയും നാള് പഠിച്ചത് എന്താ? വെറുതെ അക്ഷരങ്ങൾ പഠിച്ചല്ലേ? ഇവിടുന്ന് തൊട്ട് ഇനി അക്ഷരം എഴുതാനുള്ള പ്രാക്ടീസാ. നമ്മള് എന്താ ചെയ്തത്? നമ്മള് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലെ? അക്ഷരങ്ങളും ചിഹ്നങ്ങളും പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ഇവിടെ ഡോട്ട് ഇട്ടിട്ട് കണ്ടോ? അതിന്റെ മുകളിലൂടെ നിങ്ങൾ പെൻസിലും കൊണ്ട് എഴുതണം. കണ്ടോ? ഇത് കണ്ടോ? ഈ ഡോട്ട് ഇട്ടതിന്റെ മുകളിലെല്ലാം നിങ്ങൾ പെൻസിലും കൊണ്ട് എഴുതണം. എന്തിനാന്നറിയോ? നമ്മുടെ കൈയൊക്കെ വഴങ്ങി വരാൻ വേണ്ടിട്ടാ. ഇപ്പം ഇത്രയും പഠിച്ചാലും കുറെ പേർക്ക് ഹിന്ദി അക്ഷരങ്ങൾ എഴുതാൻ അറിയാത്തവരുണ്ടല്ലേ? അപ്പൊ അവർക്ക് ഇത് നല്ല പോലെ ഉപകാരപ്പെടും. ഇപ്പൊ റൗണ്ടിലൊക്കെ എഴുതേണ്ട അക്ഷരങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നന്നായിട്ട് വരും. അപ്പൊ അത് ചെയ്യാം. അവിടെ കുറേ ഉണ്ട്. ഡോട്ട് ഇട്ടതിന്റെ മുകളിൽ എല്ലാം നിങ്ങൾ പെൻസിലും കൊണ്ട് എഴുതണം കേട്ടോ. അതിന്റെ മുകളിൽ എഴുതണം. നെക്സ്റ്റ് പേജ് എടുത്തേ. നെക്സ്റ്റ് പേജിൽ ഇത് തന്നെയാണ്. നോക്കിയോ? ഖടി രേഖായം, സ്റ്റാൻഡിംഗ് ലൈൻസ് കണ്ടോ? ആ ലൈനെല്ലാം ഡോട്ട് ഇട്ടിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? പെൻസിലും കൊണ്ട് വരച്ചു കൊടുക്കണം. പടി രേഖായം, സ്ലീപ്പിംഗ് ലൈൻസ്, തിർച്ചി രേഖായം കണ്ടോ? അവിടെയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പെൻസിലും കൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഡോട്ട് ഇട്ടതിന്റെ മുകളിൽ പെൻസിലും കൊണ്ട് വരയ്ക്കുക. ഇവിടെ നോക്കിയേ, ഗോളാകാർ, പേജ് നമ്പർ 35. ഒരു സർക്കിൾ ഷേപ്പിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പേജിലുള്ളത്. ഖർഗോശ്, അതിന് കണ്ടോ? ഡോട്ട് ഇട്ടത് കണ്ടില്ലേ? അതിന്റെ മുകളിലൂടെ പെൻസിലും കൊണ്ട് വരയ്ക്കുമ്പോൾ തന്നെ അതൊരു എന്താണ് വരിക? ഖർഗോശായിട്ട് വരും. പിന്നെന്താണ്? ചാത്ത, പിന്നെന്താണ്? അണ്ട, അങ്കൂർ, പിന്നെന്താണ്? ലാസ്റ്റ് വൺ പൈനാപ്പിളിന് എന്താ പറയാ? ഐഫൂന് എന്താ ഈ കൈ ഉയർത്തിക്കൊണ്ടിരിക്കുന്നേ? ഐഫൂന് അൺമ്യൂട്ട് ചെയ്തേ. നേരത്തെ ക്ലാസ്സിൽ കുഞ്ഞു ഡിറ്റേഷൻ ഇടുന്നേ. ഇന്നല്ല മോളെ. അതാണ് ഇത്രയും നേരം കൈ ഉയർത്തിക്കൊണ്ടിരുന്നേ. ഇന്നല്ല ഡിറ്റേഷൻ ഇടുന്നേ. നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്ത ക്ലാസ് മുതല് കേട്ടോ. റെഡി ആയിട്ട് ഇരിക്കുവാണോ ഐഫൂന ഡിറ്റേഷന്? എന്താ ഡിറ്റേഷൻ ഇടുന്ന് പറഞ്ഞത്?
കുഞ്ഞി എന്ത് ഡിറ്റേഷൻ ഇടുന്ന പറഞ്ഞത്? കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിന് മിസ്. ഏതാന്ന് പറയാൻ പറ്റുമോ? മിസ് പറഞ്ഞത് കുഞ്ഞി ചെറിയ ഡിറ്റേഷൻ ഉണ്ടാവും അടുത്ത ക്ലാസ്സില്. ആ അതെന്താന്നറിയോ, നമ്മൾ പാഠമൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അക്ഷരങ്ങൾ ഡിറ്റേഷൻ ഇടുന്ന പറഞ്ഞല്ലേ? അവർക്ക് കൺഫ്യൂഷൻ ആയി ഇപ്പൊ അതാണോന്ന്. അങ്ങനെ തന്നെയാ, ഡിറ്റേഷൻ ഇടും അടുത്ത ആഴ്ച കേട്ടോ. ഇന്നല്ല, ഇന്നിപ്പോ ഇനി ടൈം തീർന്നില്ലേ, നമുക്ക് വായിക്കാനുള്ളവരെ വായിപ്പിക്കണ്ടേ? ഓക്കെ. ഡിറ്റേഷൻ ഇട്ടില്ലെങ്കിൽ വിഷമാ, എന്താ ചെയ്യണ്ടേ? അപ്പൊ ഇത് ചെയ്യാ. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ വായിപ്പിക്കാത്തവരുണ്ട്. ഐപ്പൂന് എന്തിനാ വീഡിയോ ഓഫ് ചെയ്തത്? ഐപ്പൂന പ്ലീസ് ഓൺ യുവർ വീഡിയോ. ഇത് വായിച്ചു കേൾക്കട്ടെ, കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചില്ലല്ലോ. വായിക്കാൻ പറയുന്നത് വായിച്ചോ? പദം പലങ്ക് 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 പാസെ ഫർസ ഫൽ ബാസെ ബക്കരി ബജ്ജ ബജ്ജ ഖാസെ ബാസെ ബത്തരി ബത്തല്ല ഭഗത്. ഭഗത് എന്താണ്? ബാസെ ഭഗത് ഭവൻ. അവൻ. മാസെ മച്ചരി കടി മക്കടി. മക്കളി. ഫാത്തിമ, വെരി ഗുഡ്. ഫാത്തിമ മെഹറിൻ. ഐഫൂന, വെരി ഗുഡ്. ഫാത്തിമ മെഹറിൻ. എല്ലാരും ശ്രദ്ധിച്ചിരിക്കണം. അൺമ്യൂട്ട് ചെയ്യുമ്പോളെ ഫാത്തിമ. നോ. ഷഹ്ബറ. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലെന്തോന്നല്ലോ. പാസെ പദം പലം. ഷഹ്ബറ സൗണ്ട് കേൾക്കുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ വായിക്കാത്ത ആരൊക്കെയായിരുന്നു? ഏബിൾ മാത്യു വായിച്ചോ? നോ, വായിക്ക്. ഫാത്തിമ കെ എം നെക്സ്റ്റ്. പതങ്ക് പലങ്ക്. ഫർസ ഫൽ ബാസെ ബക്കരി ബच्चा. ഓക്കെ. ഫാസെ ഭഗത്. ബാസെ ഭഗത് ഭവൻ. ഭവൻ. മാസെ മച്ചലി മക്കടി. ഓക്കെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാട്ടോ. വായിക്കാൻ കിട്ടാത്തവരുണ്ട് ഇനിയും ക്ലാസ്സില്. ഇപ്പൊ ഒരു 4-5 പേര് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബൈഹാർട്ടാവും. ശ്രദ്ധിച്ചിരിക്കാം. നീലാഞ്ചന, ഫാത്തിമ കെ എമ്മിനെ വിളിച്ചല്ലേ? നീലാഞ്ചന വായിക്കാദ്യം. പതംഗ് ഫാസെ പദം ഫാസെ ഫർസ ഫൽ ബാസെ ബക്കരി ബच्चा
से बगट बावन मछली मकड़ी ഓക്കെ ഫാത്തിമ KM വായിക്കാത്തവരൊന്ന് കൈ ഉയർത്തിയാൽ മതി, മിസ് പേര് വിളിക്കാൻ നേരം. से पतंग पलंग ഓക്കെ से फरसा फल से ബക്കരി बकरी बच्चा से बगद ഭഗത്. बावन ഓക്കെ से मछली मकड़ी मकड़ी വെരി ഗുഡ്. നെക്സ്റ്റ് ആരാണ്? ആരവ്. ഞാൻ വായിക്കാന്ന് പറഞ്ഞ നൈല സക്കീറ നെക്സ്റ്റ്. ഓക്കെ സൽമാൻ നാസർ വിളിക്കും. വേഗം വായിക്കുക, കൂട്ടുകാർ വെയിറ്റ് ചെയ്യുന്നു. पतंग फल फल से बकरी बच्चा से भगत भवन भवन से से मछली मकड़ी ആ വെരി ഗുഡ്. വേറെ ആരെ വിളിച്ച്? സൽമാൻ അല്ലേ? സ്പീഡിൽ വായിച്ചോ, എല്ലാരും കൊണ്ട് തന്നെ വായിപ്പിക്കാം. സൽമാൻ. पदम पलंग फरसा फल ഓക്കെ बकरी ബാസെ ബക്കരി से बगट बावन मास बछड़ी मछली मकर മക്കടി. വെരി ഗുഡ്. നൈല. से पतंग पलंग से फरसा फल से बकरी बच्चा से बखद അവൻ फल അവൻ से मछली बच्चा മക്കടി. मकड़ी ആ വെരി ഗുഡ്. ദീക്ഷിത്. ദീക്ഷിത് വായിച്ചോ. से पतंग ദേവ. पलंग Sit properly. से फरसा फल से बकरी बच्चा से भगत भवन से मछली मकड़ी ആ വെരി ഗുഡ്. നെക്സ്റ്റ് ആരാണ് കൈ ഉയർത്തിരിക്കുന്നത്? ആരുമില്ലേ? റിച്ചാർഡ്. അവന് അല്ലെങ്കിൽ എന്നെ ഇപ്പൊ വന്ന് അടിക്കും അവൻ. വേഗം വിളിച്ചോ. ആ पलंग से फरसा फल से बकरी बच्चा से भगत भवन से मछली मकड़ी ആ വെരി ഗുഡ്. നെക്സ്റ്റ് ആരാണ്? ഞാൻ വായിക്കാന്ന് പറഞ്ഞ് കൈ ഉയർത്ത്. അലൻ. അലൻ ജോസഫ് വേഗം വായിച്ചു. से पतंग पलंग से फरसा फल से बकरी बच्चा से भगत भवन से मछली मकड़ी ആ വെരി വെരി ഗുഡ്. കേട്ടോ നിങ്ങള്? വിദ്യ വായിച്ചേ. ഒന്നുകൂടെ അൺമ്യൂട്ട്. ആയി വായിച്ചോ. से पतंग
पलंग फास फरसा फल फल बास बास बकरी बच्चा बच्चा हाँ से से बकर भगत भगन माँ से मछली मकड़ी मकड़ी सेरा मरिया अनम्यूट आവുന്നില്ലേ पासे पलंग पलंग पासे फरसा फल बासे बकरी बच्चा बासे भगत पवन माँ से मछली मकड़ी വെരി ഗുഡ് ജോബിന് ആര് ജോയൽ അടിയാണോ അവിടെ രണ്ടും കൂടെ അല്ല എഴുന്നേറ്റ് ബുക്ക് വായിക്കുക കേട്ടോ ജോബിൻ ജോയൽ എന്താ അവിടെ ചെയ്യുന്നേ മുഹമ്മദ് മുബ്ദാസിയും അവരവിടെ റേഞ്ച് ഇല്ല എന്തെന്ന് ജോബിനും ജോയലും റേഞ്ച് ഉണ്ടോ മുബ്ദാസിയും വായിച്ചോളൂ पलंग फा से फरसा फल बा से बकरी बकरी बच्चा बच्चा बा से बकत पवन माँ से मछली मकड़ी മുംതാസിന്റെ വീട്ടില് പൂവക്കോഴി ഉണ്ടല്ലോ ഇല്ലേ ഉണ്ട് മുംതാസ് വായിക്കുന്ന കണക്കായിട്ട് പൂവൻകോഴി അവിടുന്ന് വായിക്കുക രണ്ടെണ്ണുണ്ട് കറി വെക്കാനായോ അയ്യോ ഒരെണ്ണേ ഉള്ളല്ലേ അവനവിടെ രാജാവായിട്ട് വാഴുന്നുണ്ടാവും അല്ലേ അവനവിടെ അതെ ഓക്കെ അമൻ മാധവ് पासे पतंग पलंग पलंग पासे पासे फरसा फरसा फल फल वाइक इതെന്താ അക്ഷരം ബാസെ ബക്കരി बच्चा बच्चा पासे भगत भवन माँ से मछली मकड़ी मकड़ी അമ്മ പഠിച്ചു അല്ലേ ഓക്കെ വെരി ഗുഡ് ഇനി ആരെ വിളിക്കാത്തത് മിസ് നമുക്ക് 5 മിനിറ്റ് കൂടി ഉണ്ട് എല്ലാരും തന്നെ വായിച്ചോ റസീൻ വായിച്ചോ റസീൻ യൂസഫ് നീരാജിന് വായിച്ചില്ല വായിച്ചു റസീൻ വായിച്ചോ നോ വായിച്ചോ ഇപ്പൊ വായിച്ചു അതല്ലേ വായിക്കാത്തൊരു കൈ ഉയർത്താൻ പറഞ്ഞില്ലേ ക്ലാസ് കഴിഞ്ഞു बासे पतंग पलंग फासे फरसा फल बासे बकरी बच्चा बासे बकत ഭഗത് पवन माँ से मछली മക്കടി ഓക്കെ വെരി ഗുഡ് ഇനി ആരാണ് എല്ലാരും തന്നെയാണ്
ജിയ റോസ്. ആ ജിയുണ്ട്, അമൃതയുണ്ട്, ആദിത്തുണ്ട്. അയ്യോ നമ്മുടെ 4 മിനിറ്റേ ഉള്ളൂ. സ്പീഡിൽ വായിച്ചേ ജിയ, അല്ലെങ്കിൽ അവർക്ക് വിഷമാവില്ലേ? വേഗം വായിക്കേ. ആദിത്യ റെഡി ആയിട്ടിരുന്നോ? ആ പതങ്ക് പൽക. പലങ്ക്. പലങ്ക്. ആ ഫൽ. ആ ബാസെ ബക്കരി ബച്ച. ആ ഹാസെ പലങ്ക്. പഗത് ഭവൻ. പവൻ. മാസേ മച്ചരി മക്കടി. വെരി ഗുഡ്. ആദിത് വേഗം വായിച്ചാലേ അമൃത എന്നെ ഇപ്പൊ വഴക്ക് പറയും. വേഗം വായിക്കും. സമയം 2 മിനിറ്റേ ഉള്ളൂ. അമൃത പേടിപ്പിക്കും എന്നെ. ആദ്യത്തെ അൺമ്യൂട്ട് ചെയ്യും പോലെ. വായിച്ചോ. പതങ്ക് പലങ്ക്. ഫാസെ ഫർസ ഫൽ. വാസെ ബച്ച. ബക്കരി ബച്ച. ഭവൻ. നാസെ മക്കടി. അമൃത. ആദിത് വെരി ഗുഡ്. ഫാസെ പതങ്ക് പലങ്ക്. ഫർസ ഫൽ. ബാസെ ബക്കരി ബച്ച. ബാസെ ഭഗത് ഭവൻ. മാസെ മച്ചരി മക്കടി. വെരി ഗുഡ്. കഴിഞ്ഞു, നമ്മുടെ സമയം കഴിഞ്ഞു. ഇനി എന്താ പറയാനുള്ളത്? മിഗ്ദാദ് വായിച്ചില്ലേ? ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മിസ്സിനെ വായിച്ചു കേൾപ്പിക്കുക. എങ്ങനെയാ? വാട്സപ്പില് കേട്ടോ. വേറെന്താണ്? ഇനി അടുത്ത ആഴ്ച കാണാം നമുക്ക്. ഇപ്പോഴേക്ക് ചെയ്യാൻ പറഞ്ഞ വർക്കുകളൊക്കെ ചെയ്യാം. എന്താ ഏബലെ അൺമ്യൂട്ട് ചെയ്ത്? ഒന്നുമില്ല, വെറുതെ കൈ കാണിച്ചത് അല്ലേ? ഓക്കെ. ഇപ്പം രാവിലെയുള്ള കുറെ കുട്ടികൾ ഇപ്പൊ ക്ലാസ്സിലില്ലല്ലോ. എവിടെ പോയി? നിങ്ങൾ ക്ലാസ്സിൽ കയറാതിരിക്കുമ്പോ യൂട്യൂബിൽ കാണണം കേട്ടോ. നമ്മുടെ ക്ലാസ് കാണണം, എന്നിട്ട് ചെയ്യാൻ പറഞ്ഞ വർക്കൊക്കെ ചെയ്യണം. ബൈ, സീ യു. ബൈ. ഫിയോണ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടു. വേഗം കഴിച്ചോ കേട്ടോ. ചോറ് കഴിക്കാത്തവരൊക്കെ ചോറ് കഴിച്ചോ.